മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി കാണുവാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം ദൈവം നമുക്ക് നൽകിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമ്മെ സന്തോഷിപ്പിക്കുന്ന ആ അനുഭവങ്ങളെയും സംഭവങ്ങളെയും എല്ലാം ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള ഈ വിരുന്ന് ശരിയായ വിധത്തിൽ ആസ്വദിക്കുന്നതിന്, അതിൻ്റെ രുചി ശരിയായ വിധത്തിൽ അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന്, ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടജാലങ്ങളോടും ചേർന്ന് നമുക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. അമ്മയുടെ മാധ്യസ്ഥവും സാന്നിധ്യവും ഈ ദിവസത്തിൽ മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നേ ദിവസം ഓപ്പറേഷന് വിധേയമാകുന്ന എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെയും അവരെ അസിസ്റ്റ് ചെയ്യുന്ന മറ്റ് സ്റ്റാഫിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഈ രോഗികളുടെ മേലെ പ്രകടമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ വിജയമാകുന്നതിനും അവരെല്ലാവരും എത്രയും പെട്ടെന്ന് രോഗസൗഖ്യത്തിലേക്ക് വരുന്നതിനും വേണ്ടി അവരെ സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് ഏറ്റവും ഉചിതമായ, നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന വചനങ്ങൾ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കുന്നതിനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മ കൃപയ്ക്കായിട്ട്, അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി ഈ 40 സംവത്സരം
മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അരുവികളും ഉറവുകളും മലകളും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും മാതള നാരങ്ങകളും ഒലിവു മരങ്ങളും തേനുമുള്ള ദേശമാണത്. അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കുകയും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയുമില്ല. അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ്. മലമുകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജനക മഹാരാജാവ്. ഈ ജനക മഹാരാജാവാണ് ഉഴവുചാലിൽ നിന്ന് കിട്ടിയ സീതയെ തൻ്റെ പുത്രിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. യജ്ഞവൽക്യൻ എന്ന മഹർഷിയുടെ ശിഷ്യനായിട്ടാണ് ഇദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹം ഭക്ത്യാഭ്യാസങ്ങളിലും തപോനിഷ്ഠയിലുമൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ആളായിരുന്നു. ഒരിക്കൽ വ്യാസ മഹർഷി അദ്ദേഹത്തിൻ്റെ മകൻ സുഖദേവിനോട് പറഞ്ഞു, നീ ഈ ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോയി ആത്മീയ ജ്ഞാനം നേടിയെടുക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ സുഖദേവ് ചിന്തിച്ചു, എങ്ങനെയാണ് രാജാവായിട്ടും പിതാവായിട്ടും ഭർത്താവൊക്കെ ആയിട്ട് കഴിയുന്ന ഒരാൾക്ക് ആത്മീയ ജ്ഞാനം പകർന്നു തരുന്നതിനായിട്ട് എനിക്ക് സാധിക്കുന്നത് എന്നും. എങ്കിലും പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് ഈ സുഖദേവ് ഈ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ജനക മഹാരാജാവ് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സുഖദേവ് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പിതാവ് അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ആത്മീയ ജ്ഞാനം അങ്ങിൽ നിന്നും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നും. അപ്പോൾ ജനക മഹാരാജാവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ടെസ്റ്റ് നടത്തും, പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ വിജയിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിച്ച് ആത്മീയ ജ്ഞാനം പകർന്നു തരാമെന്നും. സുഖദേവ് സമ്മതിച്ചു. ജനക മഹാരാജാവ് കൊടുത്ത പരീക്ഷ ഇതായിരുന്നു. അദ്ദേഹം ഒരു കപ്പ് നിറച്ച് എണ്ണ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ഈ കപ്പ് തലയിൽ വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാ മുറികളിലും പോയി അവിടെ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കിക്കാണണം. അതിനുശേഷം വന്ന് എന്നോട് പറയണം. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ഈ കപ്പിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതിനായിട്ട് ഇടയാകരുത് എന്നും. രാജാവ് പറഞ്ഞതുപോലെ സുഖദേവ് എണ്ണ നിറച്ച പാത്രവും തലയിൽ വെച്ചുകൊണ്ട് എല്ലാ മുറികളിലും പോയി കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് രാജാവിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജാവ് അദ്ദേഹത്തോട് ഓരോ മുറിയിലെയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ അല്പം പോലും എണ്ണ ഈ കപ്പിൽ നിന്നും താഴെ വീഴാതെ താങ്കൾക്ക് ഈ മുറിയിലെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതിനായിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോ മുറിയിലും പോയി കാര്യങ്ങളൊക്കെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്തപ്പോഴും ഈ എണ്ണ ആ കപ്പിൽ നിന്നും അല്പം പോലും തലയിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് അല്പം പോലും എണ്ണ താഴെ പോകാതെ ആ കപ്പുമായിട്ട് തിരിച്ചു വരുന്നതിനായിട്ട് എനിക്ക് സാധിച്ചത് എന്നും. അപ്പോൾ ഈ ജനക മഹാരാജാവ് ഈ സുഖദേവനോട് പറഞ്ഞു, ഞാൻ രാജാവായിട്ടും പിതാവായിട്ടും ഭർത്താവായിട്ടുമൊക്കെ ജീവിക്കുമ്പോഴും ദൈവത്തെ ഒരിക്കലും മറക്കാതെ പോകുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നതിനായിട്ട് സാധിക്കുന്നത് എന്നും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി തിരക്കുകളും ഒത്തിരി ബുദ്ധിമുട്ടുകളും
ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഉത്തരവാദിത്വങ്ങളുമൊക്കെ ശരിയായ വിധത്തിൽ നമുക്ക് നിർവഹിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കാതെ പോകുന്നത്. രാജകീയ പ്രൗഢിയിൽ ജീവിച്ചിരിക്കുമ്പോഴും ഈ ജനക മഹാരാജാവ് ഒരിക്കലും ദൈവത്തെ മറന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ മറക്കാതെ ജീവിച്ചപ്പോഴും ദൈവം അദ്ദേഹത്തോടു കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളിൽ കൈപിടിച്ച് നടത്തുന്നതിന്, അദ്ദേഹത്തിൻ്റെ വഴികൾ അടയ്ക്കപ്പെട്ടപ്പോൾ അത് തുറന്നു കൊടുക്കുന്നതിന്, അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നതിനൊക്കെ ഈ ദൈവം അദ്ദേഹത്തോടു കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ നമ്മൾ മറക്കാതിരിക്കുക, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിസ്റ്റിക്കും കവിയുമായിരുന്ന കബീർ പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അനുസ്മരണ ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നാണ്. എന്നാൽ ദൈവത്തെ അനുസ്മരിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചും അനുസ്മരിച്ചും കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷവും സമാധാനവും ഒന്നും കണ്ടെത്തുന്നതിനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെയും പോകുന്നത്. രാജ്യഭരണത്തിൻ്റെ വ്യഗ്രതകൾക്കിടയിലും ജനക മഹാരാജാവ് ദൈവത്തെ മറന്നില്ല. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഏത് പ്രതിസന്ധികളിലൂടെയും വിഷമതകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവത്തെ മറക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മൾക്ക് സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ ഉത്തരം നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അനുഭവിക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം ഈ ദിവസത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട് കൂട്ടായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിടുതലും സംരക്ഷണവും നൽകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഈ ലോകമെങ്ങും വ്യാപിക്കുന്നതിനും അനേകരെ ദൈവസ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുവരുന്നതിനും ഈ ചാനലിനും ഈ ധ്യാന കേന്ദ്രത്തിനും ഇടയാക്കണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഈ ചാനലിൻ്റെയും ശക്തിയായിട്ട് നിലകൊള്ളുന്നത്.
സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാടു വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക്
സംരക്ഷണം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.